കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ഓക്കെ. നീ നോക്കി നിൽക്കുകയും നിന്റെ അമ്മ എനിക്ക് ഭക്ഷണം എടുത്ത് തരികയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞ, ഇല്ലാത്ത സ്നേഹവും കൊണ്ട് എന്നെ ഊട്ടാൻ വരണ്ട എന്ന്. സമാധാനത്തോടെ വല്ലതും കഴിക്കാൻ വന്നാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നാശം പിടിക്കാൻ. എത്രയാ? 100. ആരാ? എന്തു വേണം? ആരാച്ചാര് കൊല്ലാൻ വന്നതാ. തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരൊക്കെ അകത്തുണ്ടല്ലോ അല്ലേ? ആഹാ, ഇതാര്? സരോജാമ്മയോ? സരോജാമ്മ എന്താ അപ്രതീക്ഷിതമായിട്ടൊരു വരവ്? അമ്മ കുറച്ചു മുമ്പ് അമ്പലത്തിലേക്ക് പോയതേ ഉള്ളൂ. ആ, അത് നല്ല കാര്യം. ആരെ മറന്നാലും ദൈവത്തിന് മറക്കരുത്. ദൈവം നിന്നെ ചെയ്യേ വരുത്. ചില മറവികളെ ചിലരെ ഓർമ്മിപ്പിക്കണം. അതിനാ രഘുസാറ് പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഇടിച്ചു കയറി വന്നത്. രഘുസാർ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വന്നത് ഗായത്രിയമ്മയെ കാണാനല്ല. ഇപ്പൊ വന്നത് എന്റെ വീട്ടിൽ നിന്ന് ഒരുത്തിയെ ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടായിരുന്നല്ലോ, അവളെ കാണാനാ. അവിടെ മറവി രോഗത്തിന്റെ കാരണം അന്വേഷിക്കാൻ. എന്തു പറ്റി സരോജാമ്മേ? എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടുമില്ല. പക്ഷേ എന്നെ പറ്റിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും സരോജാമ്മ അകത്തേക്ക് വരും. വാ. സരോജാമ്മ വന്നിരിക്കുന്നു. ആഹാ, സരോജമ്മ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ. സമയം തെറ്റാതെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ശീലിച്ചവർക്കാണ് ഭക്ഷണ സമയത്തിന് സമയക്രമം ഉള്ളു രേഖയിടമേ. എന്നെ പോലെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവർക്കേ അങ്ങനെയൊന്നും ഇല്ല. വിശന്നും വയറ് കത്തുമ്പോഴായിരിക്കും വല്ലതും കഴിക്കുന്നത്. ഓ, അപ്പൊ നമ്മള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നിനക്കറിയാല്ലേ? നീ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത പോലെ നോക്കുന്നത്? ഓ, ഞാനോ നിന്റെ അച്ഛനോ പറയുന്നത് എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലാവാറേയില്ല. ഞാനത് ഓർത്തില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അതിന് മാത്രം എന്തുണ്ടായി? ഒരേ ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാ മതി. നീരേറ്റ് കോളനി വന്നിട്ട്, സ്വന്തം വീടിന്റെ നടവരെ വന്നിട്ട് നീ എന്താ ആ വീട്ടിൽ കയറാതെ പോയത്? ഒരു വഴിപോക്കനെ പോലെ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനെ കോളനി വെച്ച് കണ്ടിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ തിരിച്ചു പോകേണ്ട എന്ത് അത്യാവശ്യമായിരുന്നു നിനക്ക്? സാറ് ക്ഷമിക്കണം. എന്റെ മോൾക്ക് പുനർജന്മം കിട്ടി തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ മാറ്റങ്ങളുടെ തീവ്രത ഒന്നും മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. അത് സരോജാമ്മ, ശരിക്കും കൃഷ്ണയുടെ വീട്ടിലേക്കാണ് ശ്രീലക്ഷ്മി വന്നതെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. അറിഞ്ഞതെങ്കിൽ വീട്ടിലൂടെ കയറിയിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറയുമായിരുന്നു. സാറ് പറഞ്ഞിട്ട് വേണോ സാറേ ഇവൾക്കത് മനസ്സിലാവാൻ? ഇവളെ പത്മിനീനെ വന്ന് കണ്ടിട്ട് പോയിരിക്കുന്നു. 2 അടി കൂടി വെച്ചാ അവിടെ ഇവിടെ പെറ്റമ്മയായ ഞാനും മോൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛനും ഉണ്ട്.
സുദർശനം എന്നാ ആ കൂടാരത്തിന്റെ പേര്. അത് സാറ് പറഞ്ഞു കൊടുത്താലേ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മ, അതിന് മാത്രം എന്താ ഇവിടെ പ്രശ്നം? നിനക്ക് പ്രശ്നമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയണമെങ്കിൽ നീ ആ വീട്ടിലേക്ക് വന്നൊന്ന് നോക്ക്. ഇന്നലെ മുതൽ ഒന്നും കഴിക്കാതെ ആകെയുള്ളൊരു മോള് തന്നോട് കള്ളം പറഞ്ഞു എന്ന വിഷമത്തിൽ ഇരിപ്പുണ്ട് ഒരച്ഛൻ. നിന്റെ അച്ഛൻ. ഏത് മനുഷ്യൻ, എന്ത് മനുഷ്യൻ, എന്തച്ഛൻ? നിനക്കതൊരു വലിയ കാര്യമായി ഇപ്പൊ തോന്നില്ലായിരിക്കാം. കാരണം ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് നീരേറ്റ് കോളനിയിൽ ജനിച്ചു വളർന്ന സരോജത്തിന്റെ സുദർശനെ പൊന്നോമന മകളല്ല. ഞങ്ങളുടെ മോളായിരുന്നെങ്കിൽ ഈ നടയിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് എനിക്കിവിടെ വരേണ്ടി വരുമായിരുന്നില്ല. ഞാൻ പെറ്റ എന്റെ ശ്രീമോളാണെങ്കിൽ അവൾക്കറിയായിരുന്നു അവളെ പ്രസവിച്ചത് പത്മിനിയല്ല, ഈ സരോജമാണെന്ന്. ഉള്ളു നീറിയിരിക്കുന്ന നിന്റെ അച്ഛനെ ഒന്ന് ഫോൺ വിളിച്ചു പോലും നീ സംസാരിച്ചില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കു കൂടും, മായി തോന്നുന്ന ഒക്കെ പറയും, ഞങ്ങൾ പിണങ്ങും. അതിൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ഞാനല്ലാതെ ആ മനുഷ്യനെ ആരെങ്കിലും വേദനിപ്പിച്ച അത് കയ്യും കെട്ടി കണ്ടോണ്ട് നിൽക്കാൻ കുറച്ച് പാടാ എനിക്ക്. അത് നീയായാലും ശരി തന്നെ, ദൈവം തമ്പുരാനായാലും ശരി തന്നെ. എന്റെ ഭർത്താവായതിനു ശേഷം നിനക്ക് ആ മനുഷ്യൻ അച്ഛനായത്. ആ മനുഷ്യന്റെ മനസ്സ് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. അത് ഭാര്യയായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും. അതുകൊണ്ട് എന്നോടോ ആ മനുഷ്യനോടോ കുറച്ചെങ്കിലും സ്നേഹം നിനക്കുണ്ടെങ്കിൽ, നീ ഞങ്ങളെ മറന്നിട്ടില്ലെങ്കിൽ, നീയേ എന്ന് പറഞ്ഞ് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോടെങ്കിലും കുറച്ചെങ്കിലും കരുണ കാണിക്കണം. സരോജമ്മേ, ഏട്ടത്തിയമ്മ അങ്ങനെയൊന്നും മനസ്സ് വെച്ച് പെരുമാറിയതായിരിക്കില്ല. അപ്പോഴുള്ള തിരക്കിനിടയിൽ അറിയാതെ ചെയ്തു പോയതാവും. അച്ഛനും അമ്മയും മറന്നുള്ള എന്ത് തിരക്കാണെങ്കിലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ന്യായോ അന്യായോ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഏട്ടത്തിക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ ഓർമ്മപ്പിശകുണ്ട്. അത് ആ ആക്സിഡന്റിന് ശേഷം സംഭവിച്ചതാ. അത് ചേട്ടായി പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തോ ഓർമ്മപ്പിശകുണ്ടായാലും അച്ഛനെ അമ്മയും മറന്നു പോവോ രഘു സാറേ? ഇവളവിടെ വന്നിട്ട് എന്നെ ഒരു നോക്ക് കാണാതെ പോയതിലല്ല എനിക്ക് വിഷമം. അപ്രതീക്ഷിതമായി ഇവളുടെ അച്ഛനെ കണ്ടപ്പോ അദ്ദേഹത്തോട് കള്ളം പറഞ്ഞു പോയിരിക്കുന്നു. മറ്റൊരാളെ കണ്ട് ഔദ്യോഗിക കാര്യത്തിന് വന്നതാണെന്ന്. അതിനർത്ഥം അവള് സംസാരിച്ചത് ആരോടാ? ഇവളുടെ ആരുമല്ലാത്ത ഏതോ ഒരു വഴിപോക്കനോട്. ശരിക്കും ഞാൻ തന്നെയാണോ നിന്നെ പറ്റത്? ഇത്രയും നിന്റെ മുഖത്ത് നോക്കി പറയണായിരുന്നു. അതിനാ ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്.
അല്ലാതെ നിന്റെ അമ്മ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ല. സരോജാമ്മ, ഞാൻ കാർ കൊണ്ടുവിടാം. അയ്യോ വേണ്ട സാറേ. കാറും വീടും പത്രാസും ഒക്കെ എന്റെ മോൾക്കുണ്ടല്ലോ, അത് മതി. അതിൽ മതിമറന്ന് എന്റെ മോൾ ജീവിച്ചോട്ടെ. എനിക്കും ഇവളുടെ അച്ഛനും അത് മാത്ര സന്തോഷം. രവി സാർ എന്നോട് ക്ഷമിക്കണം. ഇവളോട് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് പെറ്റ വയറിനും മനസ്സിനും സഹിക്കാൻ പറ്റില്ല സാറേ. അതുകൊണ്ടാ. പോട്ടെ. അമ്മ ഇതെവിടേക്കാ? മതിയായി ഇവിടുത്തെ പൊറുതി. ഞാനേ വലിഞ്ഞു കയറി വന്നവളൊന്നുമല്ല. ഇതുപോലൊരു വീട് എനിക്ക് എന്റെ പേരിലും ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഉടനെ അമ്മ ഇങ്ങനെ പെട്ടിയും തൂക്കി ഇറങ്ങിയാല് അത് പരാജയം സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമല്ലേ? പിന്നെ നിന്റെ ഭർത്താവും വീട്ടുകാരും ചെയ്യുന്നതൊക്കെ കണ്ട് എല്ലാം സഹിച്ച് ഞാൻ മിണ്ടാതിരിക്കണോ? താഴെ നടന്ന എല്ലാത്തിനും നീയും സാക്ഷിയല്ലേ? ഗായത്രി ദേവി കഴിഞ്ഞ അടുത്ത അമ്മയുടെ സ്ഥാനം തരേണ്ടത് ഈ രാജലക്ഷ്മിക്കാ, അല്ലാതെ സരോജത്തിനല്ല. അല്ലെങ്കിൽ തന്നെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യയുടെ അമ്മയോട് പുച്ഛവും ചേട്ടന്റെ ഭാര്യയുടെ അമ്മയോട് ബഹുമാനവും. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും രവിക്ക് ആ സ്നേഹവും ബഹുമാനവും ഒക്കെ എന്നോടുണ്ട്. എന്റെ മരുമോൻ അതില്ലാത്തത്. ഓ, സരോജാമ്മ എന്നുള്ള ആ വിളിയില്ലേ, ആ സരോജ അലിഞ്ഞു പോവാത്തത് ഭാഗ്യം. അത്ര സ്നേഹത്തോടെയല്ലേ രഘുവിന്റെ വിളി. ആഹാരം ഞാൻ എടുത്തു കൊടുത്താൽ അവന്റെ തൊണ്ട വഴി അങ്ങോട്ട് ഇറങ്ങൂലേ? ഇതിപ്പോ 2-3 തവണയായി പറയുന്നു ഞാനാ നിന്നെ കുഴപ്പിക്കുന്നെന്ന്. ഞാൻ വന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെന്ന്. ഞാൻ പോയ പ്രശ്നങ്ങൾ തീരുമല്ലോ, അത് തീരട്ടെ. അമ്മ പോയാലോ ഇല്ലെങ്കിലോ ഇനിയാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അതെ അമ്മേ, ശ്രീലക്ഷ്മിയുടെ അമ്മ അവസാനം പറഞ്ഞ ഒരു വരി കൊള്ളാം. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അത് അമ്മ കേൾക്കാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഇപ്പോ എനിക്കും സംശയമുണ്ട് നിന്നെ ഞാൻ തന്നെ പ്രസവിച്ചതാണോന്ന്. അപ്പോ അവളുടെ മുഖഭാവം ഞാനൊന്ന് ശ്രദ്ധിച്ചു. കള്ളിയായി പിടിക്കപ്പെട്ടവളുടെ മുഖഭാവം. അതിന് അവള് ശ്രീലക്ഷ്മി അല്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ. മാത്രല്ല തെളിയിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തിരിച്ചടി കിട്ടുകയും ചെയ്തു. ഇനി അത് പിന്നെ എങ്ങനെ തെളിയിക്കും? ഇനി തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു വിഷയം ഈ വീട്ടിൽ നമുക്ക് മിണ്ടാൻ പറ്റില്ല. കാരണം ശ്രീലക്ഷ്മി എന്ന് പറയുന്നവളുടെ അചഞ്ചലമായ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് നമ്മൾ ഈ വീട്ടിൽ തന്നെ തുടരുന്നതെന്നാണ് വയ്പ്. അവൾ അന്ന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അതവൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് പോയാൽ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ നല്ല മരുമോൾ പദവി പോകൂന്ന് കരുതിയിട്ടാണ് അവൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അതെന്തായാലും നമുക്ക് ഗുണമായി എന്ന് എനിക്കിപ്പോ തോന്നുന്നത് കൊണ്ടും കൺമണി ശ്രീലക്ഷ്മിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവൾ ആരായാലും പ്രശ്നമില്ലെന്ന് ബോധ്യമായതുകൊണ്ടും
രാജലക്ഷ്മിയുടെ മകൾ രേഖ ഇനി മുതൽ കളമൊന്ന് മാറ്റി കളിക്കാൻ തീരുമാനിച്ചു. നീ കളം മാറ്റി കളിച്ചാലില്ലെങ്കിലും അവള് കൺമണിയാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും ബോധ്യമായി. അവളെ പിടിച്ച് പുറന്തള്ളിയാലല്ലേ നമുക്ക് സ്വത്തുക്കളെല്ലാം കിട്ടും. അത് നമ്മുടെ ഒരു വെറും ബാലിഷ്യമായ ആലോചന മാത്രമായിരുന്നുവെന്ന് ഇപ്പോഴും അമ്മയ്ക്ക് തോന്നുന്നില്ലേ? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്കണം. നമുക്ക് എന്താ വേണ്ടത്? അവകാശമായ സ്വത്ത് നമുക്ക് കിട്ടണം. പിന്നെ ശ്രീലക്ഷ്മിയല്ല, കൺമണിയാണെന്നുള്ള നാടകം പൊളിച്ച് ആ സ്വത്തുക്കളും അത് ബോണസായിരിക്കട്ടെ. രാജനന്ദിനിയുടെ സ്വത്തിന്റെ പകുതി മദർ ഇൻ ലോയെ പറഞ്ഞു പറ്റിച്ച് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇതിനെല്ലാം ആദ്യം രഘുവിന്റെ അച്ഛൻ വിൽപത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയണം. അതിന് ആ വിൽപത്രം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷേ അത് കാണാൻ സമയമായി. കൺമണിയെയും ശ്രീലക്ഷ്മിയും ഒക്കെ വിട്ടിട്ട് ഇനി എന്റെ ലക്ഷ്യം അതിനാ. അതിന് അമ്മയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അമ്മ കണ്ടോ? രേഖയ്ക്ക് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചെടുക്കാൻ ഞാൻ ഗർഭിണിയാകേണ്ട കാര്യമൊന്നുമില്ലമ്മേ. ഗർഭിണിയായി പ്രസവവേദന സഹിച്ചല്ലാതെ തന്നെ രേഖ എല്ലാം നേടിയെടുക്കും. അതിനാദ്യം ഒരുമയുള്ള ഈ കുടുംബത്തെ തകർക്കണം. പൊട്ടിച്ചിരികൾ ഉയരുന്നിടത്ത് തേങ്ങലുകളും അലമുറകളും ഉയരണം. അതിനുള്ള വഴി എന്റെ കയ്യിൽ വേറെയുണ്ട്. എല്ലാം ഞാൻ എന്റെ അമ്മയ്ക്ക് മനസ്സിലാക്കി തരാം. ഇനി മുതൽ അമ്മയുടെ നീക്കങ്ങളെല്ലാം എന്റെ നിയന്ത്രണത്തിലായിരിക്കും. നീ ഇതിനെ ഇത്ര സില്ലിയായി എങ്ങനെ കണ്ടുവെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. രാഗസുധ ജയിലിലാണെങ്കിലും അവിടെ ഇരുന്നുള്ള അവളുടെ ഓപ്പറേഷൻ ഏതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ദിവി, അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. രാഗസുധ മാത്രമേ നമുക്ക് ശത്രുവായിട്ടുള്ളൂ. ചുറ്റിനും ശത്രുക്കളുള്ള എനിക്ക് എങ്ങനെ ഒരാളെ മാത്രം സംശയിക്കാനാവും? രാഗസുധ മാത്രമാണ് ജയിലിൽ. അതും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ശത്രു. 1ാം സ്ഥാനത്ത് ഇപ്പോഴും GD തന്നെയാണ്. രാഗസുധയ്ക്ക് എന്തായാലും നേരിട്ടൊരു ആക്രമണം നടത്താനോ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ കഴിയില്ല. അതിനൊരു പിൻബലം വേണം. അതുകൊണ്ട് തന്നെ എന്റെ സംശയം GDയെ തന്നെയാണ്. പക്ഷേ പ്രധാനമായും ഇപ്പോൾ എന്നെ അലട്ടുന്നതും സമാധാനം കെടുത്തുന്നതും അതല്ല രാജാറാം. ചില തീരുമാനങ്ങൾ മുന്നും പിന്നും നോക്കാതെയാണോ എടുത്തതെന്ന് എനിക്കിപ്പോ ഒരു സംശയം. എല്ലാവരെയും പോലെ ഞാനും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വപ്നങ്ങളിൽ നിന്നും ജീവിത സത്യങ്ങളിലേക്ക് വരുമ്പോ വലിയ അബദ്ധമാണോ ചെയ്തതെന്ന് ഇപ്പൊ തോന്നുന്നു എനിക്ക്. എന്തബദ്ധം? എന്തിനെ കുറിച്ച് നീ പറയുന്നേ? ശ്രീലക്ഷ്മിയെ കുറിച്ച്. കാണാതായതും കൺമുന്നിലുള്ളതും ഒന്നു തന്നെയാണോന്ന് ഇപ്പൊ എന്റെ സംശയം. ഇതാണ് എന്റെ ശ്രീലക്ഷ്മി എന്ന് 1000 തവണ ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ചില സന്ദർഭങ്ങളിൽ എന്നെ പുറകോട്ട് വലിക്കുന്നു രാജാറാം. ചിലതൊക്കെ ഞാൻ എന്നെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. രവിവർമ്മൻ എന്ന എനിക്ക് എന്നോട് തന്നെ കള്ളം പറയേണ്ടി വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
നീ എന്തിനെ കുറിച്ച് ഈ പറയുന്നേ? ശരിക്കും ഞാൻ തന്നെയാണോ നിന്നെ പെറ്റത്? അതോ അന്ന് ആ കാഴ്ചയില്ലാത്ത പെൺകുട്ടി വന്ന് ആദ്യം പറഞ്ഞതുപോലെ നീ വേറെ ആരെങ്കിലും ആണോ? നിന്റെ ഇപ്പോഴുള്ള ചെയ്തികൾ വെച്ച് ആ കാര്യത്തിലും എനിക്കിപ്പോ സംശയമുണ്ട്.